ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ വ്യത്യസ്തമാകുന്ന ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ക്രിസ്തീയ പുരോഹിതൻ്റെ വളരെ വേദന നിറഞ്ഞ ദുഃഖകരമാകുന്ന ചില വാക്കുകളെക്കുറിച്ച് നമുക്കൊന്ന് ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹം എന്താണ് ആ വീഡിയോ കൊണ്ടില്ലെങ്കിൽ ആ പ്രസംഗം കൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. എങ്ങനെയാണ് അദ്ദേഹം തൻ്റെ തന്നെ സമുദായത്തിലെ കുട്ടികളെ ഇകഴ്ത്തി കാണിക്കുന്നതെന്ന്, ഇല്ലെങ്കിൽ തൻ്റെ സമുദായത്തിൻ്റെ ബലമില്ലാഴികയെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് ഒന്ന് കേട്ടു നോക്കാം. ആദ്യം ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട്. ക്രിസ്ത്യൻ പെണ്ണുകുട്ടികൾ കൂടുതലായും പഠിക്കുന്ന നേഴ്സിംഗ് കോഴ്സ്. ഈ നേഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ സംഘടിതമായി അഡ്മിഷൻ എടുക്കുന്നത് എന്തിനാ? നേഴ്സിംഗ് പഠിക്കാനല്ല. ആ പെൺകുട്ടികളെ വളച്ച് അവരുടെ മതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ ആ തന്ത്രങ്ങൾ തിരിച്ചറിയാത്ത പെൺകുട്ടികൾ ഒരുവന്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒക്കെ കാമുകിയാകാൻ മത്സരിക്കുന്നത് കാര്യങ്ങൾ അറിയുമ്പോ നമ്മുടെയൊക്കെ വിശ്വാസ തീഷ്ണത, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുത്ത വിശ്വാസം ജീവിക്കാൻ അവർക്കുണ്ടാകുന്ന പരാജയം, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഈ കാലഘട്ടം വിളിച്ചോതുന്നുണ്ട്. അവിടെയാണ് ഗീവർഗീസ് പുനർജനിക്കേണ്ടത്. അമ്മിഞ്ഞപ്പാലിനൊപ്പം പകർന്നു നൽകപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ഇന്നലെയും ഇന്നോ കാണുന്ന ഏതെങ്കിലും ഒരുത്തന്റെ മധുര വാക്കുകൾക്ക് മുമ്പിൽ ക്രിസ്തുവിനെയും ക്രിസ്തുവിനുള്ള വിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് തട്ടം വിട്ടിറങ്ങിപ്പോകാൻ മടിയില്ലാത്തവരായി നമ്മുടെ പെൺകുട്ടികൾ മാറിയാൽ ഗീവർഗീസിന്റെ വിശ്വാസ തീഷ്ണതയ്ക്കും ഈ ഗീവർഗീസ് കൊടുത്ത രക്തത്തിലും അവന്റെ ജീവനും ഈ കുരിശിൽ മരിച്ച ഈശോയുടെ ബലിക്കും ഇവിടെ വിലയില്ലാതായി മാറുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. എന്തു പറ്റി? നമുക്ക് കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും വേദനകളുടെയും നടുവിൽ നമുക്ക് കുടുംബങ്ങളിൽ പ്രാർത്ഥനയുണ്ടായിരുന്നു, കുടുംബങ്ങളിൽ വിശ്വാസ കൈമാറ്റം ഉണ്ടായിരുന്നു, ദാരിദ്ര്യവും ഇല്ലായ്മയും ഉണ്ടായിരുന്ന നാളുകളിൽ ദൈവത്തിൽ ആശ്രയത്വം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നോ ഒന്നിനും കുറവില്ലാത്ത, എല്ലാത്തിനും സംലഭ്യത വർദ്ധിപ്പിക്കുന്ന, കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒന്നിനും നോ പറയാത്ത, എന്തു ചോദിച്ചാലും അതെല്ലാം വാരിക്കോരി കൊടുക്കാൻ ഞങ്ങൾക്കോ ഇതൊന്നും അനുഭവിക്കാൻ പറ്റിയില്ല, എന്നാ ഞങ്ങളുടെ മക്കളെങ്കിലും അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാം അങ്ങ് വാരിക്കോരി കൊടുക്കുമ്പോ നാളെ ഒരുത്തിയെ കൂട്ടിക്കൊണ്ടുവരുമ്പോ അതിനോട് നോ പറയാൻ പ്രിയപ്പെട്ട അപ്പ, പ്രിയപ്പെട്ട അമ്മേ, നിനക്ക് പറ്റില്ല. നാളെ ഒരുവന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയാൽ ആദ്യമൊക്കെ കുറച്ച് ചുണ്ടി കാണിക്കും, പിന്നെ അവിടെയും ഭർത്താവിനെയും കുഞ്ഞിനെയും കൂടെ കൂട്ടി സൽക്കരിക്കും. ഇതാണ് വിശ്വാസമൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇതാണ് ഈ കാലഘട്ടത്തിന്റെ സ്വരം. ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും തിന്മയെ തകർത്ത, വ്യാളിയെ തകർത്ത ഗീവർഗീസായി ഉയർത്തെഴുന്നേൽക്കേണ്ടത്. എല്ലാവരും ആ വീഡിയോ വാച്ച് ചെയ്തു ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ചില വീഡിയോകൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇപ്രകാരം പ്രസംഗിക്കുന്ന പുരോഹിതന്മാർക്ക് ചെറിയ ചില മറുപടികൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോകളും ഇതേ ചാനലിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഫാദർ തോമസ് തറയിൽ, അതുപോലെ മറ്റു ചില സഭാപുരോഹിതന്മാരുടെ വാക്കുകൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പുരോഹിതന്മാർ പറയുന്നൊരു കാര്യം, തങ്ങളുടെ സമുദായത്തിൽ അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലെ പെൺകുട്ടികൾ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നിടത്ത് മറ്റ് ചില മതത്തിലുള്ള ആൺകുട്ടികൾ അവിടെ വന്ന് അതേ കോഴ്സ് പഠിക്കാനായിട്ട് ചേരുകയാണ്. എന്നിട്ട് തങ്ങളുടെ സമുദായത്തിലുള്ള പെൺകുട്ടികളെ വശീകരിച്ചുകൊണ്ട് അവരുടെ മതത്തിൽ ചേർത്ത് വിവാഹം കഴിക്കാനായിട്ട് അതിനുവേണ്ടിയാണ് അവർ വന്ന് ഈ കോളേജിൽ ചേരുന്നതാണ് പറയുന്നത്. അല്ലാതെ പഠിക്കാനായിട്ട് വരുന്നതാണെന്നല്ല അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ പുരോഹിതന് പറയുന്നതിൻ്റെ അകത്തെ
ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തങ്ങളുടെ സമുദായം എത്രത്തോളം ശുഷ്കിച്ചിരിക്കുന്നു, എത്രത്തോളം താഴേക്കിടയിലാണ് തങ്ങളുടെ പെൺകുട്ടികൾ ചിന്തിക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതായത് നമ്മളുടെ കത്തോലിക്ക സഭയിലുള്ള പെൺകുട്ടികൾ പഠിക്കാൻ പോകുന്നത് പഠിക്കാനല്ല, ഇങ്ങനെ പ്രണയിക്കാൻ വരുന്നവരുടെ പിന്നാലെ പോകാനാണെന്നുള്ളൊരു ധ്വനിയാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത്, ഈ കത്തോലിക്ക പുരോഹിതന്മാരൊക്കെ ശുശ്രൂഷകന്മാരായിരിക്കുന്ന സഭയിൽ സൺഡേ സ്കൂൾ എന്ന് പറയുന്നൊരു കാര്യമുണ്ട് അല്ലേ? കുട്ടിക്കാലം മുതലേ ബൈബിളിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന, യേശുവിനെക്കുറിച്ച് ഇല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണത് സൺഡേ സ്കൂൾ എന്ന് പറയും. അപ്പോൾ അവിടെ ഈ പുരോഹിതന്മാർ ടീച്ചർമാരെ ആക്കി വെച്ചിട്ട് പഠിപ്പിക്കേണ്ട ചില ഗുണപാഠ കഥകളുണ്ട് അല്ലേ? ആ ഗുണപാഠ കഥകൾ അത് ആരെക്കുറിച്ചുള്ളതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, തിരിച്ചറിയേണ്ടത്. സൺഡേ സ്കൂളിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ദൈവത്തിൻ്റെ വചനവും അതുപോലെ തന്നെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിനെയുമാണ് അവിടെ ചൂണ്ടിക്കാണിക്കേണ്ടത്, അവിടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവമേ നിൻ്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപമാകുന്നു എന്നാണ് പറയുന്നത് അല്ലേ? നിൻ്റെ വചനങ്ങൾ എൻ്റെ കാലുകൾക്ക് ദീപമാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കുട്ടിക്കാലത്ത് നീ അവനെ പരിശീലിപ്പിക്കുക, വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല എന്നാണ് പറയുന്നത്. കുട്ടിക്കാലത്ത് തന്നെ എന്താണ്, അവനെ പഠിപ്പിക്കണം, ഉപദേശിക്കണം. എന്ത്? തിരുവചനം ഉപദേശിക്കണം അവനെ. വൃദ്ധനായാലും അവനത് വിട്ടുമാറുകയില്ല. ഇത് ദൈവവചനമാണ് പറയുന്നത് കേട്ടോ. പിന്നെ യേശുക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 27-28 വാക്യം പറയുകയാണ്, എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. അപ്പോൾ അതിനു മുമ്പൊരു വാക്ക് പറയുന്നുണ്ട്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എൻ്റെ കരത്തിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയില്ല. പിന്നെ പറയുന്നത്, എൻ്റെ പിതാവ് എന്നേക്കാൾ വലിയവനാകുന്നത് കൊണ്ട് അവൻ്റെ കരത്തിൽ നിന്നും ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, വിശുദ്ധ ബൈബിൾ പറയുന്നത് അല്ലേ? അപ്പം ഈ രണ്ട് വാക്കിനെയും നിരാകരിച്ചുകൊണ്ട് ഈ വചനത്തിനൊന്നും വലിയ ബലമില്ല, ഈ വചനത്തിലൊന്നും ഒരു കഴമ്പും ഇല്ലെന്ന് സ്ഥാപിക്കുകയാണ് ഈ പുരോഹിതൻ അവിടെ വന്ന് നിന്നുകൊണ്ട്. എന്നിട്ട് പറഞ്ഞ് അവിടെ നിന്ന് കരയുകയാണ്, ഇല്ലെങ്കിൽ പറയുകയാണ്, സങ്കടം പറയുകയാണ്, പരിതാപകരം പറയും. എന്താണ്? ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് പെൺകുട്ടികളെ മറ്റവർ പിടിച്ചു പറിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ അത് ഏതിനെതിരാണ്? മുമ്പേ പറഞ്ഞ ദൈവവചനത്തിനെതിരാണല്ലേ? എൻ്റെ കരത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല, എന്നേക്കാൾ വലിയവനാണ് എൻ്റെ പിതാവ്, അവൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. ആര് പറഞ്ഞതാ? ഇത് യേശുക്രിസ്തു പറഞ്ഞ വചനമാണല്ലേ? ഗീവർഗീസ് പുണ്യാളൻ പറഞ്ഞ വചനമല്ലത്, കന്യാമറിയം പറഞ്ഞ വചനമല്ലത്, ഔസേപ്പ് പിതാവ് പറഞ്ഞ വചനമല്ലത്, ഈ ലോകത്തിലെ ഒരു പുണ്യാളനും പറഞ്ഞ വാക്കല്ലത്, കർത്താവാകുന്ന യേശുക്രിസ്തു വായിക്കൊണ്ട് പറഞ്ഞ വാക്യമാണ്. POC ബൈബിൾ എടുത്തിട്ട് വായിച്ചു നോക്കിയാൽ അത് അവിടെ അതേപടി തന്നെ എഴുതിയിട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഈ മലയാളത്തിൻ്റെ വേർഷനിലുള്ള ചില ഏറ്റക്കുറച്ചിലുകൾ കാണും, പക്ഷേ വാക്യം അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഈ പിശാച് വലിച്ചു പറിച്ചുകൊണ്ട് പോകുന്നെന്ന് അറിയണമെങ്കിൽ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, ഈ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമായിരിക്കണം. അതാ യേശു പറയുന്നത്, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു അല്ലേ? എൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ എൻ്റെ വചനം, എന്നിട്ട് എന്നെ അനുഗമിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അനുഗമിക്കുന്നില്ല എങ്കിൽ, യേശുവിനെ അനുഗമിക്കുന്നില്ല എങ്കിൽ, യേശുവിൻ്റെ കയ്യിൽ നിന്ന് ആരെങ്കിലും പിടിച്ചു പറിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആടുകൾ യേശുവിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല, ആ ശബ്ദത്തിനനുസരിച്ച് അവർ ചലിക്കുന്നില്ല, നടക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന് ശബ്ദം എന്ത് ചെയ്യണം? ഇടേണ്ട ശബ്ദം കേൾപ്പിക്കണം. ആരെ? കുഞ്ഞുങ്ങളെ കേൾപ്പിക്കണം. ആ ഇടേണ്ട ശബ്ദം എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനമാണ്, അത് പഠിപ്പിക്കണം. ഇത് പഠിപ്പിക്കേണ്ട സമയത്ത് നമ്മൾ പുണ്യാളന്മാരുടെ കഥയും കന്യാമറിയത്തിൻ്റെ കഥയും കുറച്ച് ഗുണപാഠ കഥകളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഭയങ്കര സൺഡേ സ്കൂളാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്യാണ്? നമ്മൾ സ്വയം അങ്ങ് ആശ്വസിക്കുകയാണ്. എൻ്റെ പൊന്നച്ഛൻ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, അച്ഛനിങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ നിന്ന് കരയേണ്ട ഒരു കാര്യവും വരത്തില്ല,
ആ സൺഡേ സ്കൂളിൽ കന്യാമറിയത്തിൻ്റെ പുണ്യാളന്മാരുടെ കഥ അങ്ങ് മാറ്റിവെക്കണം. മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ വചനം അവിടെ നന്നായിട്ട് പഠിപ്പിക്കണം. അല്ലേ? ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നന്നായിട്ട് അവിടെ വരുന്ന കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ച്, പള്ളിയിൽ വരുന്ന വിശ്വാസികളെയും തിരുവചനം പറഞ്ഞ് പഠിപ്പിച്ചാൽ, അല്ലേ, തീർച്ചയായിട്ടും അവരെ ആരും പിടിച്ചു പറിക്കത്തില്ല. അച്ഛൻ അതിനെപ്പറ്റി ഓർത്ത് ഭാരപ്പെടുകയേ വേണ്ട. ആർക്കും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ലാത്ത രീതി ബലമുള്ള കരമാണ് നമ്മുടെ കർത്താവിൻ്റെ. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ എവിടെ ആയിരിക്കണം ഇരിക്കുന്നത്? കുഞ്ഞുങ്ങൾ ഇരിക്കുന്നത് ഇല്ലെങ്കിൽ നടക്കുന്നത് ഇടയൻ്റെ ശബ്ദം കേട്ടിട്ട് അവൻ്റെ പിന്നാലെ നടക്കണം. അല്ലേ? നമ്മൾ പിന്നെ ഏകമധ്യസ്ഥനാകുന്ന കർത്താവിനെ വിട്ടിട്ട് മറ്റേതൊക്കെയോ കാണാത്ത, ബൈബിള് പറയാത്ത, ബൈബിള് പഠിപ്പിക്കാത്ത കുറച്ച് പുണ്യാളന്മാരാകുന്ന മധ്യസ്ഥന്മാരുടെ പിന്നാലെ പോയിട്ട് എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണമേ, എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണമെന്ന് അവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവർക്ക് കാക്കാൻ കഴിയത്തില്ലാത്ത എന്നുള്ളതിൻ്റെ ആ പൂർണ്ണമാകുന്ന തെളിവാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് കാക്കാൻ കഴിയത്തില്ല. കാരണം അവർ മരിച്ച് അവരടക്കപ്പെട്ടു പോയതാണ്. അവർക്കൊന്നും ഒരു ശക്തിയില്ല. ശക്തിയുള്ളവനും കാക്കാൻ കഴിയുന്നവനും കർത്താവുമാണ്. ആ കർത്താവിൻ്റെ കരങ്ങളിലെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അച്ഛൻ മുഴങ്കാൽ മടക്കി നല്ലവണ്ണം ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ഇരുന്ന് നോക്കിക്കുക. ഒരു സഭയ്ക്ക് വേണ്ടി, അച്ഛൻ ശുശ്രൂഷിക്കുന്ന സഭയ്ക്ക് വേണ്ടി നല്ലവണ്ണം ഉപവസിച്ച് പ്രാർത്ഥിച്ച് വചനമൊക്കെ വായിച്ച് ധ്യാനിച്ച് ബാക്കിയെല്ലാം വിട്ട് കളയണം. കന്യാമറിയം അതുപോലെ തന്നെ പുണ്യാളന്മാരുടെ കഥയും അവരുടേതാകുന്ന അവരോടുള്ള പ്രാർത്ഥനയെല്ലാം വിട്ട് കളഞ്ഞിട്ട്, ഇങ്ങനെ ഉരുട്ടി ചൊല്ലുന്ന പരിപാടിയൊക്കെ വിട്ട് കളഞ്ഞിട്ട് കർത്താവിങ്കൽ മുഴങ്കാൽ മടക്കി സഭയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഇങ്ങനെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഒരു കുഞ്ഞും എങ്ങും പോകത്തില്ല. നമുക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വന്ന് മൈക്കെടുത്ത് വെച്ച് പ്രസംഗിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അല്ലേ? മൈക്കെടുത്ത് വെച്ച് പ്രസംഗിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. പ്രാർത്ഥിക്കണം. സഭയ്ക്ക് വേണ്ടി ഇടിവിൽ പ്രാർത്ഥിക്കണം. എല്ലാ പുരോഹിതന്മാരും ഇപ്രകാരമുള്ള കെട്ടുകഥകളും കിഴവിക്കഥകളും എല്ലാം അങ്ങോട്ട് വിട്ട് കളഞ്ഞിട്ട് സഭയ്ക്ക് വേണ്ടി മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച് നോക്കിക്കേ. വചനം ഒന്ന് പഠിപ്പിച്ച് കൊടുത്തു നോക്കിയേ. കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തേ. അവൻ്റെ ശബ്ദം കുഞ്ഞുങ്ങളെ ഒന്ന് കേൾപ്പിച്ചേ. അവൻ്റെ കരത്തിലേക്ക് കുഞ്ഞുങ്ങളെ നേപ്പിച്ചേ. സഭയെ നേപ്പിച്ചേ. വിശ്വാസികളെ ഏൽപ്പിച്ചേ. ഒരുത്തനും പിടിച്ചു പറിക്കാൻ കഴിയത്തില്ലെന്ന് കർത്താവ് നേരിട്ട് പറഞ്ഞ വാക്യവാച്ചു. ഇത് മനസ്സിലാക്കാതെ തെരുവോരത്ത് മൈക്ക് കെട്ടിവെച്ചിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. ആ കരച്ചിൽ ഒരു കർത്താവും കേൾക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഈ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭ, ക്രിസ്ത്യ വിശ്വാസം എന്ന് പറയുന്നത് യേശു പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. അല്ലേ? അത് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിലാണ്, 18-19 വാക്യങ്ങളാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല. അങ്ങനെ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നു മത്തായിയുടെ സുവിശേഷത്തിൽ. അല്ലേ? അപ്പോൾ പാതാള ഗോപുരം എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ ദുഷ്ടശക്തികളാണ്. ആ ദുഷ്ടശക്തികൾ പ്രവേശിച്ചിരിക്കുന്ന ആ വ്യക്തിജീവിതങ്ങൾ. സഭയെന്ന് പറയുന്നത് എന്താണ്? ബിൽഡിങ്ങിനെ അല്ല പറയുന്നത്. സഭയെന്ന് പറഞ്ഞ എക്ലേസ്യ എന്നുള്ള വാക്ക് വിളിക്കപ്പെട്ടവൻ, പുറത്തേക്ക് വിളിക്കപ്പെട്ടവൻ എന്നുള്ള യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ വിശ്വാസിയുമാണ് സഭ. അതാണ് യേശു പറയുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും. അല്ലേ? പാതാള ഗോപുരം അതിനെ ജയിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പണിയുന്ന സഭയെ, അത് ബിൽഡിംഗ് അല്ല, ഞാൻ പണിയുന്ന സഭയെന്ന് പറഞ്ഞാൽ വ്യക്തി ജീവിതങ്ങൾ, ഓരോരോ വ്യക്തികളെയും ഞാൻ പണിയുകയാണ്. അവനെ എന്താണ്? പാതാള ഗോപുരം ജയിക്കത്തില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പോൾ ഈ പാതാള ഗോപുരം ജയിക്കാതിരിക്കണമെങ്കിൽ ഈ വ്യക്തി സഭയായിരിക്കണം. അല്ലേ? സഭയാണെങ്കിൽ മാത്രമേ അതിനെ പാതാള ഗോപുരം ജയിക്കാതിരിക്കുകയുള്ളൂ. ഈ പാതാള ഗോപുരം അവരെ ജയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം ഓർത്തോണം, അവർ സഭയായിട്ടില്ല. അല്ലേ? സഭയ്ക്കൊരു അധികാരമുണ്ട്. സഭയുടെ അധികാരം എന്താ? ആ സഭയുടെ അധികാരം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിയും, ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. അല്ലേ? വളരെ അധികാരവും കൂടെ ആ സഭയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാതെ എത്രത്തോളം തെരുവോരത്ത് നിന്ന് കരഞ്ഞെന്ന് പറഞ്ഞാലും TV ചാനലിൽ വന്നിരുന്ന് വാർത്തയ്ക്കകത്തില്ലെങ്കിൽ വാർത്താ ചാനലുകളിൽ വന്നിരുന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തിട്ടും, അല്ലേ, ഇപ്പോഴത്തെ കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ആ പൊളിറ്റിക്കൽ പാർട്ടിയോട് ചേർന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ അതിൻ്റെ പുറകിൽ കൊണ്ട് മറച്ചു വെക്കാമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. ഒരു മറവിടമേ ഉള്ളൂ, അത് യേശുവാണ്. അവിടെ കൊണ്ട് മറച്ചു വെക്കണം കുഞ്ഞുങ്ങളെ. അല്ലേ? ആ തിരുനിവാസത്തിൻ്റെ മറവിൽ എന്താണ്? അവരെ കൊണ്ട് മറച്ചു വെക്കണം. തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. അല്ലേ?
പാറമേൽ എന്നെ ഉയർത്തുമെന്നാണ് പറയുന്നത്. അപ്പോൾ എവിടെ മറച്ചു വെക്കേണ്ട കുഞ്ഞുങ്ങളെ? തിരുനിവാസത്തിൻ്റെ മറവിൽ മറയ്ക്കണം. അപ്പോഴെന്താണ്? കുഞ്ഞുങ്ങളെ കർത്താവ് പാറമേൽ ഉയർത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് സഭ ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെ മൈക്ക് കെട്ടി കരയല്ല ചെയ്യേണ്ടത്. ഇത്ര മാത്രമേ ഇപ്പോൾ പറയാനായിട്ടുള്ളൂ.